Hello, welcome back to Spanish with Lali. Hope you all are doing well. നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വെർബ് ഗുസ്താർ. ARലിൻ്റെ എന്ന ഒരു ഇൻഫിനിറ്റീവ് വെർബാണ് ഗുസ്താർ. ഗുസ്താർ എന്ന് പറഞ്ഞാൽ ഗുസ്താർ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ടു ലൈക്ക് എന്നാണ്, പ്ലീസ് ചെയ്യുന്നതാണ്. സാധാരണഗതി നമ്മളൊരു വസ്തുവിനെയൊക്കെ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെർബാണ് ഗുസ്താർ. നോക്കാം. ഐ ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ഇറ്റ്. അവിടെ നമ്മൾ പറയുന്നത് മെഗൂസ്ത എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ജോ എന്നാണ് അല്ലേ, സബ്ജക്റ്റീവ് പ്രൊനൗൺ. നമ്മളവിടെ ജോ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആയ മേ ഐ യൂസ് ചെയ്യുന്നത്. മേ ഗുസ്ത ഐ ലൈക്ക് ഇറ്റ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ആണ് ഈ ഗുസ്താർ എന്ന വെർബിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സബ്ജക്റ്റീവ് പ്രൊനൗൺ. അപ്പോൾ ഓരോ സബ്ജക്റ്റീവ് പ്രൊനൗണിൻ്റെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് മേ തേ ലേ നോസ് ലെസ്. ഇതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ. മേ നമ്മളെവിടെ യൂസ് ചെയ്യുന്ന ഐ സബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ മേ ഗുസ്ത, നോട്ട് നോ ജോ ഗുസ്ത, മേ ഗുസ്ത. ഇനിയിപ്പോൾ നമ്മൾ യു ലൈക്ക് ഇറ്റ്, ഇപ്പം നമുക്ക് അങ്ങനെ വിളിച്ചേക്കാം യു ലൈക്ക് ഇറ്റ്. അപ്പം നമ്മൾ ആ മേ എന്നുള്ളത് മാറ്റിയിട്ട് തു യു ഇൻഫോർമലിൻ്റെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗണായ തെ. അപ്പോൾ എങ്ങനെ വരും? തെ ഗുസ്ത, തെ ഗുസ്ത. ¿Te gusta el café? Do you like coffee? ¿Te gusta el libro? Do you like this book? അങ്ങനെ മനസ്സിലായല്ലോ. അപ്പോൾ സബ്ജക്റ്റ് പ്രൊനൗൺ പകരം ഉപയോഗിക്കുന്നത് എപ്പോഴും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ മേ തെ ലേ നോസ് ലെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് ഐ ലൈക്ക് ദം. ഐ ഞാനാണ്, ദം ഐ ലൈക്ക് ദം. അപ്പോൾ മേ ഗുസ്താനായി മാറി, ബിക്കോസ് ദ പ്ലൂറലാണ്. അപ്പോൾ ഈ ഗുസ്ത എന്നുള്ളത് അതിൻ്റെ പ്ലൂറിലേക്ക് മാറി ഗുസ്താനായി. ബട്ട് ഐ ആണ് ലൈക്ക് ചെയ്തത് കൊണ്ട് അവിടെ ഞാൻ എൻ്റെ ഐയുടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ മേ തന്നെ യൂസ് ചെയ്തു, മേ ഗുസ്താൻ. അപ്പം ഞാൻ പറയണം ഐ ലൈക്ക് യു. അവിടെ ഞാനാണ് പ്ലീസ്, ഞാൻ ഐ ആ ലൈക്ക് ചെയ്യണം. അവിടെ അപ്പോഴും നമ്മൾ ഉപയോഗിക്കണം മേ ആണ്. ആരെയാണ്? ഐ ലൈക്ക് യു. അപ്പോൾ ആ ഗുസ്താസ് ആവും, മേ ഗുസ്താസ്. ഒറ്റ ആ കഴിയുമ്പോൾ എ കഴിഞ്ഞിട്ട് എസ് മാത്രമേ ഇട്ടുള്ളൂ. അവിടെ പെട്ടെന്ന് ചേഞ്ച് ആകുന്നത് എന്താണ്? യു. മേ ഐ ലൈക്ക് യു, മേ ഗുസ്താസ്. ഇനി ഡു യു ലൈക്ക് മീ. ഡു യു ലൈക്ക് മീ. ഡു യു ലൈക്ക് മീ. ഇവിടെ ലൈക്ക് മീ എന്ന് പറയുമ്പോൾ ഗുസ്തോന്നായി മാറും. യു എന്നുള്ളത് നമ്മൾ തേ ഇട്ടു, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗണായ തേ ഇട്ടു. അപ്പോൾ തേ ഗുസ്തോ, തേ ഗുസ്തോ. അപ്പോൾ തേ ഗുസ്തോ എന്ന് ചോദിച്ചാൽ ഡു യു ലൈക്ക് മീ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തേ ഇവിടെ യൂസ് ചെയ്ത് ഇൻഫോർമൽ യു ആണ്. തേ ഗുസ്തോ, ഡു യു ലൈക്ക് മീ. അപ്പം ഞാനത് ഫോർമൽ യുവിലേക്ക് മാറ്റണം. എനിക്കത് ഫോർമൽ യുവിലേക്ക് മാറ്റുമ്പോൾ അവിടെ നമ്മൾ തേ മാറ്റിയിട്ട് ലേ കൊടുക്കും, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ലേ. അപ്പോൾ അങ്ങനെ ഒരു ലെഗുസ്തോ. ലെഗുസ്തോ ഒരു വ്യക്തി, അതൊരു ഫോർമലായിട്ടാണ്. നമുക്ക് ആ വ്യക്തിയെ യു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ തേ മാറ്റി കേട്ട് ലെഗുസ്തോ. ഈ ലേ മൂന്ന് രീതി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ലേ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. അത് ഫോർമൽ യുവിന് സ്റ്റാൻഡ് ചെയ്യും, അതുപോലെ ഷീ ആൻഡ് ഹീക്ക് സ്റ്റാൻഡ് ചെയ്യും. അങ്ങനെ മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ് ലേ. അപ്പം നമ്മളിപ്പം ഞാനിപ്പോൾ ഷീക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും ലെഗൂസ്തോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡസ് ഷീ ലൈക്സ് മീ അങ്ങനെ വരും. ഡസ് ഷീ ലൈക്സ് മീ, അവിടെ എനിക്ക് ലേ യൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഹീക്കും ഡസ് ഹീ ലൈക്സ് മീ, അവിടെ നമുക്ക് ലേ യൂസ്. അപ്പോൾ ഈ ലേ മൂന്ന് പേർക്കാണ് ഷെയർ ചെയ്യുന്നത്, ഫോർമൽ യു പിന്നെ ഷീ ആൻഡ് ഹീ.
ഇപ്പൊ ഞാനത് മാറ്റിയിട്ട് ഈ ലെസ് യൂസ് ചെയ്യുകയാണ്. ഡു ദേ ലൈക്ക് മീ. ലെസ് എപ്പോഴും ദേയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് ലെസ്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഡു ദേ ലൈക്ക് മീ ലെസ് ഗുസ്തോ. ലെസ് ഗുസ്തോ. അപ്പൊ ഗുസ്ത എന്ന ഇൻഫിനിറ്റീവ് വെർബ് ഒരു ഇമ്പോർട്ടൻ്റ് വെർബാണ്. ഒരു എന്താ പറയണ്ടേ, ഒരു കോംപ്ലിക്കേറ്റഡ് വെർബുമാണ് ഈ ഗുസ്താർ. ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് പോലെ അല്ല ഗുസ്താർ. സ്പാനിഷിലേക്ക് വരുമ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ആ വ്യത്യാസം ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പോയിന്റ് ചെയ്യുന്ന കാര്യം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രോനൗണിന്റെ ഒരു ഉപയോഗം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് പേഴ്സണൽ പ്രോനൗൺ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഐ എന്ന പേഴ്സണൽ പ്രോനൗണിന്റെ സബ്ജക്ട് പ്രോനൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മേ. യു ഇൻഫോർമൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തേ. ലേ എന്ന് പറയുന്നത് 3 പേർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. ഫോർമൽ യു, ഷീ, ഹിം. നോസ് എന്ന് പറഞ്ഞാൽ വി. ലെസ് എന്ന് പറഞ്ഞാൽ ദേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്താണെന്ന് മനസ്സിലായി. ഗുസ്താർ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് മനസ്സിലായി. ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് കുറച്ച് ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഐ ലൈക്ക് ഇറ്റ് മെ ഗുസ്ത, ഐ ലൈക്ക് ദം മെ ഗുസ്താൻ പ്ലൂറലായിട്ട് മാറ്റണം. ദം വന്നതുകൊണ്ടാണ് ഗുസ്താനായത്. ഐ ലൈക്ക് യു മെ ഗുസ്താസ്. Do you like me? Te gusto. Do you like me? ഫോർമലി ചോദിച്ചാൽ le gusto. ഇനി ഷീ ഹി ആണെങ്കിൽ നമുക്ക് le gusto എന്ന് ചോദിക്കാം. Do they like me? Les gusto. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, hasta luego. See you later. Bye.